കത്തിച്ചപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. പ്രശ്നം ഗ്യാസ് സംബന്ധിച്ച് നമ്മളൊന്നും വെച്ചോണ്ടിരിക്കുകയോ അതിലിട്ട് കളിക്കുകയോ ചെയ്യരുത്. എന്തെങ്കിലും ഒരു സംഗതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാട്ടോ. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അബ്നോർമൽ കണ്ടല്ലോ, എല്ലാരും നോക്കണോട്ടോ. ഇതാ ഓൺ ചെയ്ത് കഴിയുമ്പോ പ്രശ്നം എന്നാ പുറന്നൊരു സൗണ്ട്, ഇതൊരു സ്മെല്ലും വന്നു ഗ്യാസിന്റെ. അപ്പൊ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഗ്യാസിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പ്രശ്നം വരാം. വെള്ളം, ലൈറ്റ്, ഗ്യാസ് സ്മാർട്ട്നെസ് കാണിക്കാനോ വേണ്ടി ചെയ്യരുത്. അറിയാവുന്ന വ്യക്തികൾ മാത്രം. ഇവിടെയിലുണ്ടായിരുന്നോ? ഇവിടെ പൊരിഞ്ഞ മഴയായിരുന്നു, അതിശക്തമായ മഴ. ശക്തമായ മഴയെന്ന് പറഞ്ഞാൽ കാറ്റും മഴയും. അതവിടെ കിട്ടിയോ? അപ്പൊ വേർത്ത് കുളിച്ചാ വന്നത്. വേർത്ത് കുളിച്ചൊരു പരുവായി. മഴയാണെങ്കിൽ ഇങ്ങനെ വേർത്തോ? അപ്പോൾ അതിരാവിലെ ഒരു കോതോങ്ങല യാത്ര കഴിഞ്ഞ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എന്താ കാണിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രൂട്ട്സ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മുട്ടപ്പഴം പഴുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് പച്ചയായിട്ടുള്ളതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാ എൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞ്. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറിച്ചു. പഴുക്കുമ്പോൾ അത് തന്നെ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ അതേ 2 കായുണ്ട് അതിനകത്ത്. അപ്പോൾ ആ 2 കായ ആദ്യം മാറ്റി വെക്കണം. ശരിക്കും നമ്മുടെ പുഴുങ്ങിയ മുട്ടയില്ലേ, അതിൻ്റെ ഉണ്ണിക്ക് ഒരു നേർത്ത മധുരവും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ആ സെയിം ടെക്സ്ചറാണ്. ടേസ്റ്റും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫ്രൂട്ടാണ് ഈ മുട്ടപ്പഴം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ രുചി കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ മുട്ടപ്പഴം. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ ഇത് കഴിക്കാറുള്ളൂ. വേറെ അമ്മ അപ്പ ഇത് തൊട്ട് നോക്കാറില്ല. അവർക്ക് 2 പേർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് പിന്നെ ഒട്ടും ഇഷ്ടമല്ല. അപ്പയും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. മുട്ട പുഴുങ്ങിയത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഇഷ്ടമല്ല ടേസ്റ്റ്. കാരണം ഇതിന് ആ ഒരു നേരത്തെ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതിൽ കുറേ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സംഭവം സൂപ്പർ അല്ലേ. ഇപ്പൊ ഒരു സംഗതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാട്ടോ. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അതിന്റെ ഇവിടെ സൂം ചെയ്യാ. നോർമൽ അതെ, നോർമലാ. അബ്നോർമൽ കണ്ടല്ലോ, എല്ലാരും നോക്കണോട്ടോ. ഇതാ ഒന്ന് കത്തലില്ല. ഉണ്ട് ദേ നേരി ഇതില് ഇത് കണ്ടോ, പൊള്ളും നേരി ഇതില് ഓഫ് ചെയ്തു. അല്ല അത് ഓഫ് ചെയ്യണമല്ലോ. എന്നിട്ട് കാര്യം പറയാം. കഴിഞ്ഞ 17-ന് മുമ്പുള്ള സൺഡേ നോക്കട്ടെ, ഡേറ്റും കൂടെ പറഞ്ഞേക്കാം. ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാന്ന് ഓർത്താം. ഇന്ന് 19 അല്ലേ, 7-ാം തീയതി സൺഡേ അല്ലേ. പറയാം. 7-ാം തീയതി സൺഡേ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഗ്യാസ് തീർന്നു. അപ്പോൾ വർക്കേരിയിൽ നിന്ന് മറ്റേ ഗ്യാസ് എടുത്തുകൊണ്ട് വന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്നാ പുറന്നൊരു സൗണ്ട്. ഈ സ്റ്റൗ ആദ്യം ഇത് വലുതായതുകൊണ്ട് ഏറ്റവും ആദ്യം ഇതാ ഞാൻ എപ്പോഴും കത്തിക്കാറ്. പുറന്നൊരു സൗണ്ടും ഗ്യാസ് ഒട്ട് വന്നൂല്ല. എന്തോ ഒരു സ്മെല്ലും വന്നു ഗ്യാസിന്റെ. അപ്പൊ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. കത്തിക്കാതെ പറ്റൂല. 3 ബർണർ നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഇച്ചിരി നേരം കഴിഞ്ഞ് വീണ്ടും ഓൺ ചെയ്ത് അങ്ങ് കത്തിച്ചു. പറന്ന് ഒച്ച ഉണ്ടായിരുന്നു. കത്തിച്ചപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടായത് എന്നാന്ന് ചോദിച്ചാൽ, കത്തിച്ചപ്പോ ഫുൾ അങ്ങ് ഇതിലൊക്കെ ഫ്ലെയിം അങ്ങ് പാളും പോലെ വന്നേച്ച് അങ്ങ് ഫുൾ കെട്ടും. അപ്പൊ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. റെഗുലേറ്റർ അല്ല, ഇത് ഓഫ് ചെയ്ത് വെച്ച് ഞാനോട് ഇനിയിപ്പോൾ എന്നാ ചെയ്യും, സംഗതി പ്രശ്നമാണ്, ഗ്യാസ് ഇങ്ങനെ ആയി പ്രശ്നം. ഇതിലിങ്ങനെ മിന്നൽ പോലെ ഇങ്ങനെ പാളി വന്നേച്ചു. പിന്നെ 2ഉം കൽപ്പിച്ചേച്ചില്ലേ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ പൊള്ളലില്ല. പക്ഷെ പറന്ന് കത്തിയേച്ച് സാധനം കത്തി പറന്ന് കുറച്ചു നേരം സൗണ്ട് കേട്ടു. അപ്പൊ അതിലേക്ക് അടുപ്പത്ത് വെച്ചു. ഇത് പിന്നെ ഓൺ ചെയ്യാൻ പോയില്ല. സൺഡേയും അവരെങ്കിൽ പിന്നെ ഇവിടെ ഓൺ ചെയ്ത് അടുത്ത സാധനം വെച്ചപ്പോൾ ഇവിടെ ഓൺ ചെയ്തപ്പോൾ കുറൂന്നൊരു സൗണ്ട്. കത്തി നല്ല രീതിയിൽ തന്നെ കെട്ടി. ഇത് കത്തണില്ല, ഈ രീതിയിൽ നിൽക്കുക കേട്ടോ. ഇത് ഓഫ് ചെയ്ത് കിട്ടോ. മൺഡേ പിറ്റേ ദിവസം മൺഡേ
ഗ്യാസ് ഓഫീസ് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, വളരെ നല്ല സർവീസാണ് അവരുടെ. മൺഡേ രാവിലെ തന്നെ എന്നോട് അപ്പോൾ പറഞ്ഞു 9:30 ആകുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ അവിടെ തുറക്കും, പോകാമെന്ന് പറഞ്ഞു. പോകാനായിട്ടിരുന്നു. ഇപ്പം അതിരാവിലെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് പയ്യൻ മരിച്ചുപോയി. അപ്പം ഫോൺ വിളിച്ച് പറഞ്ഞു ആ കൊച്ചു ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു. അപ്പം നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഫാമിലിയിലെ നമ്മുടെ റിലേറ്റീവാണ്. അപ്പം അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഗ്യാസിൻ്റെ പരിപാടിയൊന്നും നടന്നില്ല. രാവിലെ അങ്ങ് പോയി വന്നു. അപ്പം ഈ 2 ബർണറിൽ കത്തിക്കുന്നുണ്ട് ഞാൻ. കത്തിക്കുമ്പോൾ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് ഓൺ ചെയ്യും, പ്രവർവാന്ന് കത്തി വെച്ച് ഫ്ലെയിം വരും, കത്തുകയും ചെയ്യും, ഒരു സൗണ്ട് ഉണ്ട്. അപ്പം കരട് എന്തെങ്കിലും ആയിരിക്കും എന്ന് അപ്പം എന്നോട് പറഞ്ഞു. ഞാനും ഓർത്തു ആയിരിക്കുമെന്ന്. ഇത് തുടരണ്ടാന്ന് എന്നോട് പറഞ്ഞു. ഇതിൽ കത്തണില്ല, ഇങ്ങനെ രീതിയിൽ മിന്നുള്ളൂ. അപ്പം തിങ്കളാഴ്ച ഇതെല്ലാം പരിപാടി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 5:30 ആയി. പിന്നെ ഗ്യാസ് ഓഫീസ് 9-ന് തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 5-ന് അടയ്ക്കും. ചൊവ്വാഴ്ച ഞാൻ അപ്പോഴും എന്നോട് പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചൊവ്വ പോകാം, അല്ലെങ്കിൽ ശരിയാവില്ല ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാലെന്നാ. എന്നാന്ന് വെച്ചാൽ ഇത് കത്തണില്ല എന്നുള്ളത് സത്യം, 2 കത്തണുണ്ട്, പക്ഷെ പറപറാന്ന് സൗണ്ട് കേട്ടാ കത്തണം. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങളവിടെ ഗ്യാസിൻ്റെ ഇത് തുറന്ന് ചെന്നപ്പോഴത്തേക്കും അവരോട് സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യാൻ മേലാഞ്ഞോ, ആ റെഗുലേറ്റർ ഞാൻ ഊരിയാവില്ല, കുഴപ്പമുണ്ടായിരുന്നു, ഇനി ഒന്നോടെ പോകേണ്ടി വരില്ല, റെഗുലേറ്റർ ഊരിക്കൊണ്ട് വന്നോ എന്ന് പറഞ്ഞു. ഇതിന്റെ റെഗുലേറ്റർ ഗ്യാസിന്റെ. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് ചേച്ചി, അതുകൊണ്ടാണ് പറന്ന് കേൾക്കണം, നാളുകളായ റെഗുലേറ്റർ ആയിരിക്കും എന്ന് പുള്ളി പറഞ്ഞു. ബുക്കിൽ കുറിക്കും അവർ റെഗുലേറ്റർ കിട്ടുമ്പോൾ. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ എന്നെ അവിടെ ഇരുത്തിയ ചൂടുന്ന റെഗുലേറ്റർ ഉരുക്കൊണ്ട് വന്നു. ഉരുക്കൊണ്ട് വന്നു കഴിഞ്ഞത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇത് കംപ്ലൈന്റ് ആയി, അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നം വന്നതാണ്, അപ്പൊ പുതിയ റെഗുലേറ്റർ തരാമെന്ന് പറഞ്ഞ് ഒരു പുതിയ റെഗുലേറ്റർ ഒരു ബോക്സിലിട്ട് സീലോട് കൂടി റെഗുലേറ്റർ അവർ പൊട്ടിച്ചവിടെ വർക്കിംഗ് ആണോന്ന് നോക്കിയിട്ടോ. അത് കഴിഞ്ഞ് വെച്ച് തന്നു വിട്ടു. പിന്നെ ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബർണർ ശരിയാക്കണമെങ്കിൽ ഇത് അടുപ്പ് ശരിയാക്കണമെങ്കിൽ അടുപ്പ് ഊരി അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ഇതിൻ്റെ ഇത് ശരിയാക്കണ ആളുണ്ട്. അപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ശരിയാക്കും. അപ്പോൾ 1-2 ദിവസങ്ങൾ ഓരോ പ്രശ്നങ്ങളും മരണവും 2-3 മരണം അടുപ്പിച്ചു വന്നു ഇവിടെ. അപ്പം ഇന്നൊരു മരണാവശ്യത്തിന് അപ്പം പോയേക്കോ, ഞങ്ങൾ പോകേണ്ടതായിരുന്നു, ചെറിയ കോൾഡുള്ളതുകൊണ്ട് പോകാതിരിക്കുക കേട്ടോ. അപ്പം അത് കാരണം അതിന് പറ്റിയില്ല. അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരാമെന്നാ ചേട്ടൻ പറഞ്ഞത്. അപ്പം എന്നാന്ന് പറഞ്ഞാൽ മറ്റവർ പറഞ്ഞത് അപ്പം റെഗുലേറ്ററിൻ്റെ പ്രശ്നം വന്ന് ഗ്യാസിൻ്റെ ഇത് നോബ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ കരടുകൾ എന്തെങ്കിലും കയറി ഇത് അടഞ്ഞു പോകുന്നതാണ്. അപ്പം അത് അങ്ങനെ കരടുകൾ കയറുന്നത് കൊണ്ടാണ് മറ്റതും പറന്ന് സൗണ്ട് കേട്ടോണ്ടിരുന്നത്. അധികം പ്രശ്നം ഉണ്ടാവാഞ്ഞുകൊണ്ട് അത് കത്തിക്കിട്ടി, കത്തിയില്ലെങ്കിൽ ഇതുപോലെ ആയേനെ. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി. അത് വെച്ചതിന് ശേഷം ഇതേ വരെ അതിലൊരു സൗണ്ടും ഇല്ല, നോർമലായി സാധാരണ നോർമൽ ഇതിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഇത് ബർണർ ക്ലീൻ ചെയ്യുന്ന ആൾ വന്നത് ശരിയാക്കി കഴിഞ്ഞാൽ അതും ഓക്കെയാവും. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരു മെസ്സേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് സംബന്ധിച്ച് നമ്മളൊന്നും വെച്ചുകൊണ്ടിരിക്കുകയോ അതിലിട്ട് കളിക്കുകയോ ചെയ്യരുത്. എന്തെങ്കിലും ഇങ്ങനെയുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എപ്പോഴും ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് സാധിക്കില്ല. ഈ റെഗുലേറ്റർ വർക്കിംഗ് അല്ലെങ്കിൽ അടിയിട്ട് നോബ് ഓഫ് ചെയ്ത് വെക്കുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യുക. ഞാൻ സാധാരണ രാവിലെ ഓൺ ചെയ്ത വൈകിട്ട് കിടക്കണതിന് മുമ്പ് ഇത് ഓഫ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ അടിയിൽ ഓഫ് ചെയ്ത് വെച്ച് പോവുള്ളൂ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം അടിയിൽ ഓഫ് ചെയ്യണം, കാരണം ഗ്യാസ് ഇതിലേക്കൊന്നും വരരുത്. പിന്നെ എത്രയും വേഗം അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണോ അത് റെക്ടിഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് അവർ പറഞ്ഞേ, ആ ബുക്കെല്ലാം നോക്കിയപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് 84-ലാണ് ഇവിടെ ഗ്യാസ് എടുത്തത്, കണക്ഷൻ എടുത്തേക്കണം. 84-ൽ ഗ്യാസ് എടുത്തിട്ട് ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം റെഗുലേറ്റർ മാറ്റിയിട്ടുണ്ടെന്ന് അതിൽ നോട്ട് ചെയ്യും ഒരു റെഗുലേറ്റർ മാറ്റുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് ഇപ്പം ഇത് മാറ്റുന്നത്. ഇത്രയും വർഷമായില്ലേ എന്നല്ല. അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് കംപ്ലൈൻറ്റ് വരും. നേരത്തെ ഇരുന്ന റെഗുലേറ്റർ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലൂ കളർ ഒരു കട്ടിയുള്ള സാധനം, ഇതിപ്പോൾ ഒരു സിലിക്കൺ ഇതുപോലെയാണ്. ദേ ഇതിൻ്റെ തിരിക്കുന്ന സാധനം സ്റ്റീല് ഭയങ്കര ബലമായിരുന്നു. ഇതിപ്പോൾ ദേ സിലിക്കൺ പോലെ ആയതുകൊണ്ട് ദേ ഒരു ബലമില്ല. ദേ അറിയില്ലാത്തവരൊന്നും ഇത് സ്വയം ചെയ്യരുത്. ഞാനിത് ഇങ്ങനെ ഫിറ്റ് ചെയ്യണ ആളായതുകൊണ്ടാട്ടോ. അതെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു നീ തന്നെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ തന്നെ ഫിറ്റ് ചെയ്തത്. അപ്പം ഇതും ഇതിലേക്ക് കടത്തിയത് ഞാനാ. ഇത് വളരെ ഈസി ആയിട്ട് കയറും ഇങ്ങനെ ആയതുകൊണ്ട്. മറ്റേ സ്റ്റീലിന്റെ ആകുമ്പോ ഭയങ്കര ബലമായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് ആരും ഇത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അല്ല, ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ. ആരും ഫോളോ ചെയ്യാനോ സ്മാർട്ട്നെസ് കാണിക്കാനോ വേണ്ടി ചെയ്യരുത്. അറിയാവുന്ന വ്യക്തികൾ മാത്രം. ഇവിടെ ഗ്യാസിന്റെ പരിപാടികളൊക്കെ ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നേക്കണത് കൊണ്ട് ഞാൻ ചെയ്യണത് കൊണ്ട് ഞാൻ കാണിച്ചതാട്ടോ, അല്ലാണ്ട് ഒരു ഇതുമായിട്ട് പറഞ്ഞതല്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഗ്യാസ് തീർന്നു കഴിയുമ്പോൾ ഗ്യാസ് എടുത്ത് വെക്കേണ്ടത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോവുക, പിന്നെ പ്രായമായ കാരണവന്മാർക്ക് അവർക്കറിയില്ല. അപ്പം ഞാൻ തന്നെ ഇത് ഗ്യാസുകാരോട് ചോദിച്ച് അവർ പറഞ്ഞ് പഠിപ്പിച്ച് തന്നേക്കണോണ്ട് ഞാനിത് ചെയ്യണം എന്നുള്ളൂ. സിലിണ്ടർ തീരുമ്പോഴും ട്രോളിയിൽ ഉരുട്ടിക്കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യണത് ഞാൻ. അപ്പം ഇത് ഊരിക്കൊണ്ട് ഇത് റെഗുലേറ്റർ ഊരാൻ അപ്പം ഇവിടെ വന്ന് ഊരിക്കൊണ്ട് വന്ന തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ റെഗുലേറ്റർ ഇതിൽ വെക്ക്, ഫിറ്റ് ചെയ്യുക, എന്നിട്ട് പൈപ്പ് ഇതിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇവിടെ നിന്നോണ്ടാണ്.
അപ്പോൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ സ്റ്റീലിലേക്ക് വെക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇത് നല്ല സ്മൂത്തായിട്ട് കയറും. അറിവില്ലാത്തവരാരും ചെയ്ത് അറിയാവുന്നവരെ കൊണ്ട് മാത്രമാട്ടോ ചെയ്യിക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഗ്യാസിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പ്രശ്നം വരാം. ഗ്യാസിന്റെ ഒരു പ്രശ്നത്തേലും പ്രഷർ കുക്കറിന്റെ പ്രശ്നത്തേലും ഇട്ട് നമ്മൾ ഒരിക്കലും കളിക്കരുത് കേട്ടോ. അത് ഭയങ്കര അപകടം വരുത്തി വെക്കും. അപ്പൊ വിവരം പറഞ്ഞോളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ ആ ചേട്ടനെ നോക്കിയിരിക്കുക, ഉച്ചയാകുമ്പോൾ വരാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഓക്കെ, ഗ്യാസ് സ്റ്റവ് സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോ ക്ലീൻ ആയത് കാണിക്കാൻ. ഇതേ ഇപ്പൊ സംഭവം സെറ്റായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് സർവീസ് സെന്റർ ഉണ്ട് മുളന്തുരുത്തില. അപ്പൊ അവര് ഒരു പ്രാവശ്യം അവര് പറഞ്ഞായിരുന്നു വിളിച്ചു കഴിഞ്ഞാൽ മതി, ഞങ്ങൾ ഓഫ് ചെയ്യട്ടെ, ഞങ്ങൾ വരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ മുളന്തുരുത്തിക്ക് പോയപ്പോ അവിടെ കയറി പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ഓണർ തന്നെ വന്നു. ഷോപ്പിട്ട് അവരവിടെ ഇരിക്കുക. വൈഫും ഹസ്ബൻഡും കൂടെ ഇരിക്കുന്നത്. അപ്പൊ വൈഫിനെ ഷോപ്പിൽ ഇരുത്തിയേക്കോ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നു, നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തു. അതിന്റെ എല്ലാം ഊരി അപ്പൊ ഈ അഴുക്ക് കയറണമെന്നാ പറഞ്ഞ. അപ്പൊ അതിലൊരു പിൻ മാറ്റി, കുഞ്ഞ ഇത്ര സൂചി പോലെയുള്ള, എന്നിട്ട് അതിലേക്ക് കറക്റ്റാക്കി ചെയ്തു തന്നിച്ച് പോയി. അപ്പൊ ആശ്വാസമായി. അപ്പൊ ഇതാണ് ഗ്യാസിന്റെ പ്രശ്നം സോൾവ് ആക്കി. പിന്നെ അടിയിലെ ഇതൊക്കെ പറഞ്ഞല്ലോ, റെഗുലേറ്ററിന്റെ കാര്യമൊക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ പെണ്ണുങ്ങൾക്ക് എപ്പോഴും അടുക്കളയിലെന്നല്ല വീടിന്റെ അകത്ത് വെള്ളം, വീട്ടിൽ ലൈറ്റ്, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ബാധകമാണെങ്കിൽ പെണ്ണുങ്ങളുടെ മെയിനായിട്ട് എടുത്തു പറയണ പാചകം കൂടുതലും പെണ്ണുങ്ങളാണല്ലോ ഭൂരിഭാഗവും ചെയ്യണത്. രണ്ടുപേരും ചെയ്യണതും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ. അപ്പൊ വെള്ളം, ലൈറ്റ്, ഗ്യാസ്, ഇത്രയും സംഗതി എസെൻഷ്യൽ ആയിപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലേ. ബേസിക് നെസസിറ്റീസ് ആണ് അതൊക്കെ. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇപ്പോഴത്തെ കാലങ്ങൾ അങ്ങനെയായില്ലേ, കാലം മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ കാലം എന്തായി വരൂന്നറിയില്ല. അപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തില് ഞാൻ പറയണതാട്ടോ. അപ്പൊ ഓക്കെ, എനിക്ക് ഹാപ്പി ആയി അതുകൊണ്ട്. അപ്പൊ 3 ബർണറും ഭംഗിയായിട്ട് കത്തുന്നേ. ഇനിയിപ്പൊ അതില് മീൻ വറുത്തതിരിക്കും. അതെ ഓഫ് ചെയ്തോ. ഇത് മീൻ വറുത്തിരിക്കുവാണ്. എന്നാ കുഴപ്പമില്ല. അല്ല കാണിക്കാൻ വേണമെങ്കിൽ അത് നമ്മള് ഇത് വർക്കിംഗ് വീഡിയോയിൽ കാണിച്ചതാ. ഇത് വർക്കിംഗ് എല്ലാം ഓക്കെ. ഇപ്പൊ സംഗതി സെറ്റായി. സമാധാനായി. മഴയും പെയ്യണുണ്ട്. മഴ പെയ്യുന്നുണ്ട്. പൊടിമഴ, ഒരു കാറ്റുമഴ വന്നു, അത് കഴിഞ്ഞ് മാറി ഒരു പൊടിമഴ പെയ്യണം. ഓക്കെ.